പ്രിയങ്കരനായ എല്ലാവരെയും, ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മാന്യ വ്യക്തിത്വങ്ങളെയും ഒരിക്കൽ കൂടി ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഒരു കൂട്ടായ്മ, നേരത്തെ സെഞ്ചേട്ടൻ പറഞ്ഞു, നമ്മളൊരു കൂട്ടായ്മ. ഇതെല്ലാം നമ്മളെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ശക്തിയാണ്, ശക്തി കേന്ദ്രം. വളരെ വിഷമമുണ്ട്, ആർക്കും വിഷമം വരാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ഇവിടെ കൊട്ടാരക്കര ശ്രീ മഹാദേവ ക്ഷേത്രവും പടിഞ്ഞാറ്റിക്കര ശ്രീ മഹാദേവ ക്ഷേത്രവും അതുപോലെ കൊട്ടാരക്കര ശ്രീ മഹാദേവ ക്ഷേത്രവും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ക്ഷേത്രം. ഇവിടെ ഒരു ക്ഷേത്ര നഗരിയാണ്, നമുക്കറിയാം. പരക്കിക്കാവ് ക്ഷേത്രം, തൃക്കണ്ണമംഗല ക്ഷേത്രം, കുലശേഖര ക്ഷേത്രം, പിന്നെ കൊച്ചു കൊച്ചു കുറേ ക്ഷേത്രങ്ങളുണ്ട്. നമ്മളെല്ലാവരും ഭക്തരാണ്, വിശ്വാസികളാണ്. ആ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ നമ്മളെന്താണ് ചെയ്യുന്നത് അത് നമ്മളെ കൊച്ചുകുട്ടികൾ അത് മനസ്സിലാക്കും. നമ്മൾ രാവിലെ അമ്പലത്തിൽ പോവുക, അച്ഛനമ്മമാർ അമ്പലത്തിൽ പോവുക, അത് നമ്മളെ കൊച്ചുകുട്ടികളെ കണ്ട് പഠിക്കും. നമ്മളെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നുണ്ട്, രാവിലെ കത്തിക്കുന്നുണ്ട്, വൈകിട്ട് കത്തിക്കുന്നുണ്ട്. ഇത് നമ്മളെ കുഞ്ഞുങ്ങൾ കണ്ടു പഠിക്കും. പഴയ കാലത്ത് ഇങ്ങനെയൊക്കെയാണ് ഒരു ശീലം. ആ ശീലങ്ങൾ നമ്മൾ മറക്കും തോറും ഒരുപാട് ആപത്തുകൾ നമുക്കുണ്ടാവും. അവിടെ നമ്മളെ ശക്തികൾ നഷ്ടപ്പെടും, മറ്റുള്ള ആൾക്കാരെ നമ്മൾ ചൂഷണം ചെയ്യും. ആ അവസ്ഥയിലേക്ക് ദയവ് ചെയ്ത് പോകരുത്. നമ്മളെല്ലാവരും ശക്തരായിരിക്കണം, അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മൾ ആരാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. നമ്മളെ കാലിൻ്റെ കീഴിലുള്ള മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ നോക്കണം. ഞാൻ കൂടുതൽ നേരിടുന്ന ഒരുപാട് സംസാരിക്കാറുണ്ട്. ഒരു ഹിന്ദുവാണ്, ഹിന്ദു സംസ്കാരത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസവുമായിട്ട് മുന്നേ പോകാൻ ആഗ്രഹിക്കുന്ന, അത് തുറന്നു പറയുന്ന ഒരാളാണ് ഞാൻ. എവിടെയും ഞാനത് മറച്ചു വെച്ചിട്ടില്ല. എൻ്റെ വിശ്വാസങ്ങളാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് എപ്പോഴും പറയാറുമുണ്ട്. ആ തുറന്നു പറഞ്ഞതിൻ്റെ ഭവിഷ്യത്തുകൾ നന്നായിട്ട് അനുഭവിക്കുന്നുമുണ്ട്. കുറച്ച് ആൾക്കാരെങ്കിലും വിചാരിക്കും ഇപ്പം എന്താ ഇത് തുറന്നു പറഞ്ഞാൽ ഇത്ര ഭവിഷ്യത്തെന്ന്. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഏറെക്കുറെ നന്നായിട്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ അതിൽ എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. ഞാൻ ഇങ്ങനത്തെ ഒരു വിശ്വാസിയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഹിന്ദു സംസ്കാരത്തിലെ കൊച്ചാണ്. എൻ്റെ വിശ്വാസങ്ങളെ ഞാൻ മുറുക്കെ പിടിക്കുന്നതിൽ ഒരു അഭിമാനക്കുറവും, അല്ലെങ്കിൽ അത് ഞാൻ തുറന്നു പറഞ്ഞാൽ പ്രശ്നമാകും, ഇനി പറയരുത് എന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടുമില്ല, ഞാനത് ചെയ്തിട്ടുമില്ല. കാരണം ഒരിക്കലും ഞാൻ പഠിച്ചിട്ടില്ല, എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല ഹിന്ദു എന്നതൊരു മതമാണ്, അതൊരു സംസ്കാരമാണ്, അതൊരു ധാർമ്മികതയാണെന്ന് മാത്രമാണ് എനിക്ക് എൻ്റെ പേരൻസും എൻ്റെ ഗുരുക്കന്മാരും ഞാൻ പോയിട്ടുള്ള ബാലഗോകുലവും പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ ഉറച്ചു നിൽക്കാനായിട്ട് അന്നും ഇന്നും എനിക്ക് ആഗ്രഹമുണ്ടായിട്ടുണ്ട്. ഇന്ന് പൊതുവെ ക്ഷേത്രങ്ങളിൽ പോലും വൈകുന്നേരത്തെ ദീപാരാധനയ്ക്ക് ആൾക്കാർ കുറവാണ്, വളരെ കുറവാണ്. അപ്പം ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം. ഇന്ന് ഇവിടെ നമ്മുടെ ഈ കൊല്ലം ജില്ലയിൽ തന്നെ വമ്പിച്ച സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്.
5000-ന് മുകളിലൊക്കെ സംഖ്യ പങ്കെടുത്ത സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. സമാജത്തിന് വേണ്ടി ചിലവഴിച്ച അവധൂത സ്വാമി സദാനന്ദ, നമ്മുടെ ഭാരതത്തിൻ്റെ ശബ്ദം, ആധ്യാത്മികതയുടെ ശബ്ദം ലോകം മുഴുവൻ പ്രസരിപ്പിച്ച അനേകം മഹാരഥന്മാരിൽ പ്രാതസ്മരണീയനായ ഒരാളാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം മറ്റനേകം കാര്യങ്ങൾ ലോകത്തോട് പറഞ്ഞതിൽ നിന്നും ഏറ്റവും സ്പഷ്ടമായി പറഞ്ഞ ഒരു കാര്യം ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഹിന്ദുത്വം എന്ന ആശയത്തെക്കുറിച്ചാണ്. അനേകം തരത്തിൽ അവരവർക്ക് ദഹിക്കുന്ന തരത്തിൽ അവരവരുടെ കഴിവിനനുസരിച്ചൊക്കെ പല ആളുകളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഹിന്ദുത്വം എന്ന ഈ പ്രത്യയ ശാസ്ത്രത്തെ വിലയിരുത്തുന്നുണ്ടെന്ന് നമുക്കറിയാം. മഹർഷി വിവേകാനന്ദൻ പറഞ്ഞത്, ലോകത്തിന് ഭാരതത്തിൻ്റെ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയും അത് ആധ്യാത്മികതയാണ് എന്നുള്ളതാണ്.